കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പ്രചരണം നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ നിരന്തരമായി പ്രചരണ രംഗത്താണ്. അതിരാവിലെ ആരംഭിച്ച രാത്രി 12 മണി വരെ നിരന്തരമായി പ്രചരണത്തിലാണ്. നല്ല റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്നുള്ളത്. സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളെയൊക്കെ കണ്ട് എല്ലാ നിയോജകമണ്ഡലത്തിലും പരമാവധി ഓടിയെത്താവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ 7 മണ്ഡലങ്ങളാണല്ലോ ലോക്സഭയിലുള്ളത്. ഈ 7 മണ്ഡലങ്ങളും പൂർണ്ണമായും കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? പൂർണ്ണമായിട്ടില്ല. ഭാഗികമായി 7 മണ്ഡലങ്ങളിലും പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരു റൗണ്ട് കൂടി 7 മണ്ഡലങ്ങളിലും പോകുമ്പോൾ ഏതാണ്ട് പൂർണ്ണമാകും. ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ആ പ്രക്രിയ പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രമുഖരെ കാണുകയും അങ്ങനെയുള്ള ഒരു ഇടപെടൽ സ്ഥാപനങ്ങൾ, കൂടുതലും സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഒട്ടേറെ സ്ഥാപനങ്ങളുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം. അപ്പോൾ ഇവിടുത്തെ സ്ഥാപനങ്ങളിലെല്ലാം പോവുക. സമുദായ സംഘടനകളുടെ സ്ഥാപനങ്ങളുണ്ട്, ഓഫീസുകളുണ്ട്, NSS, NDP, KPMS തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെയൊക്കെ ഓഫീസുകൾ, അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാത്തരം സ്ഥാപനങ്ങളും, എല്ലാ വിഭാഗത്തിലും പെട്ട സ്ഥാപനങ്ങളും അതിൻ്റെ ഭാരവാഹികളെയൊക്കെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പൊതുവായിട്ടൊരു സ്വീകരണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ് എന്താണ്? നല്ല വൈബാണ്. വളരെ മനോഹരമായ വൈബ് എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരും പറയുന്നത് ഒരു മാറ്റം വേണം, ആ മാറ്റത്തിന് ഞങ്ങൾ UDFനോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് എല്ലാവരും പറയുന്നത്. വിരുദ്ധമായ ആരും തന്നെ ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം അത് UDF തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കും. പ്രധാനമായിട്ടും ഓരോരുത്തരെ കാണുമ്പോൾ ഈ മണ്ഡലത്തിന് ലഭിക്കുന്ന വിവിധ തരങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, അതിൽ ശ്രദ്ധയാകും ആ വിഷയങ്ങൾ, അതായത് പൊതുവിൽ ഇവിടെ ഒരു പരാതി ഉള്ളത് ഇവിടെ കാര്യമായി ഒരു ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു പോരായ്മ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം അതാണ്. 2 വട്ടം ഇടുക്കിയിൽ പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു, കേന്ദ്ര സഹായത്തോടു കൂടി. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. അതൊക്കെ ഈ കോട്ടയം മണ്ഡലത്തിലും ഒരുപക്ഷെ കേരളത്തിൽ മറ്റേത് മണ്ഡലത്തിലേക്കാൾ കൂടുതൽ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് കോട്ടയം. കോട്ടയത്ത് ടൂറിസം സാധ്യതകൾ ഒട്ടേറെയുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒട്ടേറെ ഈ ജനങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന കോളനികളൊക്കെ ഉണ്ട്. അവിടുത്തെയൊക്കെ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ സൗകര്യങ്ങളും അവിടെ എത്തിയിരുന്നു. കുടിവെള്ളമുണ്ടോ, വൈദ്യുതി ഉണ്ടോ, മെച്ചപ്പെട്ട റോഡുകളുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് അവിടെ അതിനോട് ചേർന്ന് അംഗൻവാടിയോ ലൈബ്രറിയോ എന്തെങ്കിലും അതിന് നല്ല കെട്ടിടങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ ഈ പ്രാദേശിക വികസന ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പം MP-മാരും MLA-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഒരുമിച്ച് നിന്ന് ഇപ്പം നമ്മൾ ഒരു വർഷം, ഞാനത് ഇടുക്കിയിലൊന്ന് പരീക്ഷിച്ചതാണ്, ഇപ്പോൾ ഒരു വർഷം നമ്മൾ ഒരു പ്രോജക്റ്റ് എടുക്കുന്നു. വൈദ്യുതീകരിക്കാത്ത എല്ലാ കോളനികളും അല്ലെങ്കിൽ എല്ലാ മേഖലകളും വൈദ്യുതീകരിക്കുന്നു. ഒരു വർഷം ഫണ്ട് മുഴുവൻ അതിനുപയോഗിച്ചാൽ അത് തീരും. അടുത്ത വർഷം കുടിവെള്ളം, അടുത്ത വർഷം ഗ്രാമീണ വായനശാലകൾക്ക് മെച്ചപ്പെട്ട കെട്ടിടം, അല്ലെങ്കിൽ അംഗൻവാടികൾക്ക് മെച്ചപ്പെട്ട കെട്ടിടം. അങ്ങനെ നമ്മൾ 5 വർഷം, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ജനപ്രതിനിധികളെല്ലാവരും കൂടി യോജിച്ചെന്നൊരു തീരുമാനമെടുത്ത് നടത്തിയാൽ 5 പ്രശ്നങ്ങൾക്ക് 5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഞാനത് കോട്ടയത്തുനിന്ന് പരീക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ കഴിയില്ല. പലർക്കും പല ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്കിലും കുറേയെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. നമ്മളുടെ ഈ വികസന ഫണ്ടിൻ്റെ കാര്യത്തിൽ മറ്റു വലിയ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏരിയയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, നമ്മളത് കേരളത്തിൽ വരണമെന്ന് പറയുന്നു. അതിനാണ്ട് 200 ഏക്കർ സ്ഥലം ആവശ്യമാണ്. ഈ ഗവൺമെൻറ് വടക്ക് 100 അക്വറിയാണ് സ്ഥലം. ഇവിടെ വെറുതെ സ്ഥലം കിടപ്പുണ്ട്. 700ഓളം ഏക്കർ സ്ഥലമുള്ളതിൽ സുഖമായി 200 ഏക്കർ സ്ഥലം എടുത്ത ഇഷ്ടംപോലെ വെള്ളം, സൗകര്യങ്ങൾ എല്ലാം ഉള്ള മേഖലയാണ്. അപ്പോൾ എന്തുകൊണ്ട് എയിംസ് ഇവിടെ സ്ഥാപിച്ചുകൂടാ? അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകും. നമുക്ക് ഈ പറയുന്നത് പോലെ നബാർഡിൻ്റെ സഹായത്തോടു കൂടി എല്ലാ സ്റ്റേറ്റിലും ആ സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഒരു കാർഷിക ഉൽപ്പന്നം അതിൻ്റെ മൂല്യവർദ്ധനവിനുള്ള ഒരു പദ്ധതി നബാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നമുക്ക് നെല്ലിൻ്റെ സംഭരണത്തിനും മൂല്യവർദ്ധനവിനുമായിട്ട് ഒരു മോഡേൺ റൈസ് മിൽ സ്ഥാപിക്കണം. അത് നമുക്ക് കോട്ടയത്ത് സ്ഥാപിക്കാം. കുട്ടനാടിന് അടുത്താണ്. അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം കുമരകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൂറിസം സാധ്യതകൾ, പിന്നെ നമ്മുടെ പോർട്ട്, റെയിൽവേ സൗകര്യങ്ങളെക്കുറിച്ച് ഒത്തിരി പരാതികളുണ്ട്. അത് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ തീർച്ചയായിട്ടും പാർലമെന്റ് അംഗമായാൽ മുന്നോട്ട് പോകും. മനസ്സിൽ തയ്യാറാക്കുന്നുണ്ട്. അതെ, ഒരു DPR എന്ന് അതിൻ്റെ ഒരു റഫ് ഐഡിയ ഞാൻ ഉണ്ടാക്കുകയാണ്. കാരണം എനിക്ക് ഈ മേഖലയുമായി അങ്ങനെ അധികം ബന്ധമില്ലല്ലോ. ഇപ്പോൾ റെയിൽവേയുടെ കാര്യം എടുത്താൽ
നമുക്കിവിടെ കോട്ടയം സ്റ്റേഷനുണ്ട്, അനുബന്ധ അടുത്തുള്ള സ്റ്റേഷൻസൊക്കെ ഉണ്ട്. അവിടെ എന്താണ് വർദ്ധിപ്പിക്കാൻ കഴിയുക, കൂടുതൽ ഫാസ്റ്റ് ട്രെയിൻസ് നമുക്കിവിടെ നിർത്താൻ കഴിയുമോ, ഈ വന്ദേ ഭാരതൊക്കെ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ട്രെയിൻ അത് വയ കോട്ടയമാക്കുക. കാരണം ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ് ഉള്ള ഒരു മേഖലയാണ്. പിന്നൊരു കാര്യം, റബ്ബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. റബ്ബറിൻ്റെ ഒരു തലസ്ഥാനം എന്ന് കോട്ടയത്തെ വിശേഷിപ്പിക്കാം. റബ്ബർ മേഖലയ്ക്ക്, റബ്ബർ കൃഷിക്കും കർഷകർക്കും ഈ മേഖലയ്ക്കും പരിപൂർണമായിട്ടുള്ള സംരക്ഷണം കിട്ടണമെന്നുള്ളൊരു ആവശ്യം തീർച്ചയായിട്ടും ഉന്നയിക്കും. റബ്ബറിൻ്റെ ഇറക്കുമതി നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ WTO ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇവിടെ ഇറക്കുമതി മൂലം നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, തൊഴിൽ നഷ്ടമുണ്ടാകുന്നു, ഒരു മേഖലയാകെ പ്രതിസന്ധിയിലാകുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ WTO കരാറിലെ, ഗാട്ട് കരാറിലെ ആർട്ടിക്കിൾ 19(1)A പ്രകാരം നമുക്ക് ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള ഒരു നടപടി നമുക്ക് സ്വീകരിക്കാനായിട്ട് കരാറുകളിപ്പോൾ അതിപ്പോൾ ആസിയാൻ കരാറാണ്, വീണ്ടും പുനർചിന്തനം വരികയാണ്. അതിൽ നമുക്ക് എങ്ങനെ ഈ റബ്ബറിനെ നമുക്കൊരു വ്യാവസായിക അസംസ്കൃത വസ്തു എന്നുള്ളതിൽ നിന്ന് മാറ്റി ഒരു കാർഷിക ഉൽപ്പന്നം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സഹായവും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ എല്ലാം റബ്ബറിന് കിട്ടും. ഇപ്പോൾ റബ്ബർ അങ്ങനെ കിട്ടുന്നില്ല, നമ്മൾ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ മേഖലയിലെ വിദഗ്ധരുമൊക്കെയായി സംസാരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രപ്പോസൽസ് കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകും. സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന പദ്ധതികൾ അത് ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആർജിക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് UDF സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ പ്രചരണം തുടരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.